ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പൊ നീറ്റിന്റെ എല്ലാ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ അലോട്ട്മെന്റ് ഒക്കെ കൊടുക്കും. പക്ഷെ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു വലിയ ധാരണ ഉണ്ടാവില്ല. അതായത് എന്താണ് അലോട്ട്മെന്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സീറ്റുകൾ ഫില്ലാവുന്നത്, എത്രമാത്രം സീറ്റ് ഉണ്ട്, പിന്നെ എന്താ മോപ്പപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷനിൽ നമ്മൾ പോയി സീറ്റ് മേടിക്കുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയില് ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഞാനിത് പാർട്ടായാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഓരോ അലോട്ട്മെന്റിലും എത്രമാത്രം സീറ്റുകളാണ് ഫിൽ ആയിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ബാക്കി മോപ്പപ്പും അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷനും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നോക്കാം. അപ്പം ഈ വീഡിയോ നമ്മൾ ഇതിനെ കുറിച്ചാട്ടോ, എത്രമാത്രം സീറ്റുകൾ ഫിൽ ആവുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നീറ്റിന്റെ എല്ലാ കണ്ടന്റും കറക്റ്റ് ടൈമിൽ അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ 3 റൗണ്ട് ആയിട്ട് നമ്മളുടെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. അപ്പം ആ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് എന്ന രീതിയിലായിരിക്കും. ഒരു തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓൾമോസ്റ്റ് 99.9% സീറ്റും MBBSന്റെ കാര്യമായാലും മാത്രമല്ല എല്ലാ സീറ്റും തന്നെ ഫിൽ ആയിക്കോളും. അതിനുശേഷം എന്ന് പറയുന്നത് സ്റ്റേ വേക്കൻസി, സ്പോട്ട് അഡ്മിഷൻ ഒക്കെയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ബാക്കിയുള്ള കുറച്ച് സീറ്റ്, അതായത് ചില കോളേജിൽ ഒരു സീറ്റ് ആയിരിക്കും, ചില കോളേജിൽ മാക്സിമം ഒരു 4 സീറ്റ് ഒക്കെ ആയിരിക്കും. അപ്പം ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേ വേക്കൻസി ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും കാര്യം മനസ്സിൽ വെക്കുക. അപ്പൊ നമുക്ക് ഓരോ റൗണ്ടിലും എത്രത്തോളം സീറ്റുകൾ ഫിൽ ആവുമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു 80 to 90% സീറ്റ് ഫിൽ ആകും. അപ്പൊ ഫിൽ ആവുന്നല്ല, അലോട്ട് ചെയ്യപ്പെടും. പക്ഷെ ഈ അലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ, ഒരു 690 എബോ അങ്ങനത്തെ ഒക്കെ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് ഗവൺമെന്റ് ലെവലിൽ MBBSനായാലും ഒക്കെ അലോട്ട്മെന്റിൽ കിട്ടുന്നത്. അപ്പം ഈ കുട്ടികൾക്ക് ഐദർ ഓൾ ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ള കോളേജ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കേരളയിൽ കിട്ടിയിട്ടുള്ള കോളേജ് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ടും ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം വൺസ് അവർ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് 50% സീറ്റും കാലിയായി തന്നെ കിടക്കും. അപ്പം ഈ സീറ്റാണ് എന്ത് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകുന്നത്. അടുത്തത് സെക്കൻഡ് റൗണ്ടിന്റെ കാര്യമാണ്. സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റൗണ്ടാണ്. കാരണം എന്താന്ന് പറഞ്ഞാല് വൺസ് നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പെർമനന്റ് കോളേജാണ്. നമ്മൾ അവിടെ പോയിട്ട് കമ്പൽസറി ആയിട്ട് പോയി ചേരണം. അപ്പൊ നമുക്കിപ്പോ ഓൾ ഇന്ത്യയിൽ നമുക്കൊരു കോളേജ് കിട്ടി, അപ്പൊ നമ്മൾ അവിടെ ചേർന്നു. പക്ഷെ കേരളത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജ് കിട്ടി, പക്ഷെ നമുക്ക് മാറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓൾ ഇന്ത്യയിലാണ് ചേർന്നത്, നമ്മൾ അവിടെ പോയി തന്നെ ചേരണം. അപ്പം സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യൽ ആണ്. പക്ഷെ ഭയങ്കര കുറെ സീറ്റ്, ഒരു 80 മുതൽ 90% വരെ സീറ്റുകൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഫിൽ ആവും. അപ്പം ആ സമയത്ത് എന്താന്ന് പറഞ്ഞാല് നമുക്ക് എവിടെയാണോ കിട്ടുന്നത് അത് നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള കോളേജ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ഭയങ്കര ക്രൂഷ്യൽ ആവുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറെ പേർക്കൊക്കെ കിട്ടിപ്പോയിട്ടുണ്ടാവും. ഒരു കുറച്ചൊക്കെ മാർക്ക് കുറവാണെങ്കിൽ പോലും ഒക്കെ എല്ലാം സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് കയറ്റി വിട്ടിട്ടുണ്ടാവും. അപ്പം സെക്കൻഡ് അലോട്ട്മെന്റ് ഭയങ്കര ക്രൂഷ്യൽ ആണ്. നമുക്ക് എവിടെയാണോ കിട്ടിയത് അതാണ് നമ്മുടെ പെർമനന്റ് ഉള്ള കോളേജ്. അപ്പം തേർഡ് റൗണ്ടിൽ എന്ന് പറയുന്ന ബാക്കിയുള്ള ഒരു 15% ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു 10% സീറ്റുകളാണ് ഫിൽ ആവുന്നത്. അപ്പം തേർഡ് റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 99.9% സീറ്റ് എന്തായിരിക്കും ഫിൽ ആയിരിക്കുന്നുണ്ടാവും. തേർഡ് റൗണ്ട് എന്റെ സമയത്ത്, ഞാൻ MBBS ചെയ്ത സമയത്ത്, അലോട്ട്മെന്റ് കൊടുത്ത സമയത്ത് തേർഡ് റൗണ്ട് മോപ്പപ്പ് ആയിട്ടാണ് വന്നത്. തേർഡ് റൗണ്ട് എന്നുള്ള റൗണ്ട് ഞാൻ കണ്ടിട്ടില്ല, അത് മോപ്പപ്പ് റൗണ്ട് ആയിട്ടാണ് വന്നത്. അപ്പം അത് നമ്മൾ സെപ്പറേറ്റ് മോപ്പപ്പിന് അപ്ലൈ ചെയ്യണം. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പൊ തേർഡ് റൗണ്ടിൽ എന്ന് പറയുമ്പോൾ തേർഡ് റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ സീറ്റും തന്നെ ഫിൽ ആവും. അപ്പം ബാക്കിയുള്ള വളരെ തുച്ഛമായ സീറ്റാണ് ഫോർത്ത് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം മേ ബി ഈ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റിൽ നമുക്ക് എല്ലാ വർഷവും എല്ലാ കോളേജിലും സീറ്റ് വേണമെന്നില്ല. ചില കോളേജിൽ സീറ്റുകളെ ബാക്കി ഉണ്ടാവില്ല. അപ്പം ചിലപ്പം ബാക്കി ഉണ്ടാവാറുണ്ട്. ചിലപ്പം നമ്മൾ ഗവൺമെന്റ് കോളേജിൽ പോലും 1-2 സീറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബാക്കി കാണാം. അപ്പം ഇതൊക്കെ 4 റൗണ്ട് ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 100%ന്റെ അടുത്ത് ഫില്ലായി കാണും. ഇനിയൊരു റൗണ്ട് എന്ന് പറയാൻ ഭയങ്കര അങ്ങനെയൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല, ഇനി വീണ്ടും ഒരു റൗണ്ട് ഒക്കെ ആയിട്ട്. പക്ഷെ ഈ ഒരു ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വൺസ് ഒരുത്തെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ആ കോഴ്സ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ആ കോഴ്സ് ചെയ്യണ്ട എങ്കിൽ നമ്മൾ അവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് നമ്മൾ എത്രയാണ്, എസ്പെഷ്യലി പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ നമ്മൾ എത്രയാണോ ഫീ അവർ ചോദിക്കുന്നത് നമ്മൾ അത്രയും കോമ്പൻസേഷൻ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. ഏറ്റവും സത്യം പറഞ്ഞാല് ഭയങ്കര നല്ലൊരു റൗണ്ട് ആണെന്ന് വെച്ചാൽ മേ ബി സെക്കൻഡ് റൗണ്ട് ആയിരിക്കും. കാരണം
സെക്കൻഡ് റൗണ്ടിൽ നമുക്കൊരു സീറ്റ് കിട്ടി, അത് നമ്മുടെ പെർമനന്റ് സീറ്റ് ആണ്. പിന്നെ നമ്മൾ ഓപ്ഷൻസ് കൊടുത്തതിൽ തന്നെ നല്ലൊരു പൊസിഷനുള്ള സീറ്റ് കോളേജ് തന്നെയായിരിക്കും സെക്കൻഡ് റൗണ്ടിൽ കിട്ടുന്നത്. അപ്പൊ സെക്കൻഡ് റൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. എന്നെ പോലെ അവിടെ പോയി ചേർന്നാൽ മതി. ഞാൻ അങ്ങനെയായിരുന്നു ഗൈസ്. എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലാണ് കിട്ടിയത്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് കൂടുതലായി എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാനും അതിനൊന്നും വയ്യായിരുന്നു സത്യം പറഞ്ഞാല്. അപ്പം ഞാൻ കിട്ടിയ കോളേജ് അങ്ങനെ എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്ഗ്രേഡ് ചെയ്യാം, നമുക്ക് തൊട്ട് മുകളിലോട്ട് പോവാം. പക്ഷെ എനിക്ക് അത്ര മെനക്കെടാൻ വയ്യാഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ചേർന്ന് അഡ്മിഷൻ എടുത്താണ്. അപ്പൊ എവിടെയായാലും മെഡിക്കൽ കോളേജ് അല്ലേ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഭയങ്കര സേഫ് ആണ്. സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ സീറ്റ് കിട്ടിയാൽ നമ്മൾ അവിടെ പോയി ചേരുന്നു, വരുന്നു. എനിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ മാത്രം പോയാൽ മതി. അപ്പൊ നമ്മൾ ഇൻ കേസ് നമ്മളെ സെക്കൻഡ് അലോട്ട്മെന്റിലെ സീറ്റ് നമ്മൾ എന്താ പറയാ എന്തെങ്കിലും കാരണവശാൽ നമ്മൾക്ക് അത് ഇഷ്ടപ്പെടാത്ത കോളേജാ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എടുക്കാണ്ടിരുന്ന നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടിക്കോളണം എന്ന് നിർബന്ധമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒത്തിരി കോളേജസ് പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ തേർഡ് അലോട്ട്മെന്റ് ആവുന്ന സമയത്ത് എത്ര കോളേജസ് പങ്കെടുക്കുന്നില്ല. അപ്പം എന്താ പറയാ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം അത് കുറച്ച് റിസ്ക് ആണ്. റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവർക്ക് റിസ്ക് എടുക്കാം. പക്ഷെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഭയങ്കര സേഫ് ആയിട്ട് നമുക്കൊരു സീറ്റ് കിട്ടുമ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുന്ന സമയത്ത് പോയി അഡ്മിഷൻ എടുക്കണം എന്നാണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന കുറെ പേര് എനിക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു റൗണ്ട് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ, മോപ്പപ്പ് സ്പോർട്ടിനെ കുറിച്ച് പറയാമോന്നൊക്കെ. അപ്പൊ ഞാൻ അത് അടുത്ത വീഡിയോ ആയിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് പറയാന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ കണ്ടന്റും നീറ്റ് ഓറിയന്റഡ് കണ്ടന്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.